പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സ് ഒക്കെ കഴിഞ്ഞ ദിവസം ആശിഷ് നെഗി പുറത്തുവിട്ടിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റർമാരിൽ ഇന്ത്യയിൽ നിന്നുള്ളവരും വിദേശത്ത് നിന്നുള്ളവരും ഉണ്ടാകും. പക്ഷേ അവരിൽ കേരളവുമായി ബന്ധമുള്ള ആളുകൾ കൂടുതലായിരിക്കുമെന്നും ആശിഷ് നെഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഒരു പ്രഖ്യാപനം വൈകാൻ ഇത്രയധികം വൈകുന്നത് എന്ന്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഡീല് ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ്. പക്ഷേ നിലവിൽ ഉടമയുമായി ബന്ധമുള്ള കേസ് സുപ്രീം കോടതിയിലായതുകൊണ്ട് തന്നെ ഈ ഒരു ഡീല് പൂർത്തിയാക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി വേണം. ഇതുവരെ സുപ്രീം കോടതിയുടെ അനുമതി ലഭിച്ചിട്ടില്ല. അതാണ് ഡീല് നടക്കാൻ ഇത്രയധികം വൈകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അങ്ങനെ ഒരുപാട് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പരിശോധന നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഡീല് പൂർത്തിയാക്കാൻ ഇനിയും 20% ജോലികൾ ബാക്കിയുണ്ട്. അതായത് നടപടികൾ ഏകദേശം 90% പൂർത്തിയായ നിലയിലാണ് കാര്യങ്ങളുള്ളത്. അടുത്തൊരു വാർത്ത ISLന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. വരുന്ന ISL സീസൺ ആരംഭിക്കാനായി എല്ലാ ISL ആരാധകരും കാത്തിരിക്കുകയാണ്. ISLന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ട ഒരു കൺഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ISL 2026-27 സീസൺ വൈകാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ISL ക്ലബ്ബുകളും ISL മാനേജിംഗ് കമ്മിറ്റി ബ്രോഡ്കാസ്റ്റിംഗ് ഡീൽ ഉറപ്പാക്കാനുള്ള ചർച്ചകൾ തുടങ്ങുന്നതിനാലാണ് സീസൺ വൈകാൻ ചാൻസ് കാണുന്നത്. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ISL 2026-27 സീസൺ ഒക്ടോബർ 15-നകം ആരംഭിക്കുമെന്നാണ്. നിലവിൽ ISLന്റെ മീഡിയ റൈറ്റ്സ് നേടാൻ ബിഡ് സമർപ്പിച്ചിട്ടുള്ളത് ഒരേ ഒരു കമ്പനി മാത്രമാണ്. ISLന്റെ മീഡിയ റൈറ്റ്സ് നേടാൻ ബിഡ് സമർപ്പിച്ചിട്ടുള്ള ഏക കമ്പനി ഫാൻകോഡാണ്. കഴിഞ്ഞ തവണയായാലും ഫാൻകോഡ് തന്നെയായിരുന്നു. അതല്ലാതെ മറ്റൊരു കമ്പനി പോലും ISLന്റെ മീഡിയ റൈറ്റ്സിന് വേണ്ടി ബിഡ് നൽകിയിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.